5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ശിവൻകുട്ടി രാജിവെക്കും, സ്വരാജ് മന്ത്രിയാകും. മറ്റൊരു രാഷ്ട്രീയ വിശകലന സാധ്യതയാണ് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇതിനോടകം തന്നെ ശിവൻകുട്ടി തന്നെ ഒഴിവാക്കി തരണമെന്ന ഒരു അഭ്യർത്ഥന കത്തിൻ്റെ രൂപത്തിലല്ല, അല്ലാതെ ഒരു അഭ്യർത്ഥന മുഖ്യമന്ത്രിയുടെ അടുത്തും പാർട്ടിയിലും വച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഗോവിന്ദൻ മാഷിനെയും കണ്ട് പാർട്ടി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി AKG സെൻറ്ററിൽ പോയി കണ്ട് ഗോവിന്ദൻ മാഷിനോടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയോടും നേരിട്ട് ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹത്തെ 2 വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് ഒഴിവാക്കി കൊടുക്കണം എന്നൊരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ചിന്ത ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് വളരെ വലിയ കുറച്ചൊരു പ്രശ്ന കലുഷിതമായ അല്ലെങ്കിൽ ഒരു വലിയ വകുപ്പാണ്, ലേബർ വകുപ്പ് പോലുള്ള ചെറിയ വകുപ്പിലേക്ക് മാറണം എന്ന് ഒരു വകുപ്പ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒഴിയണം എന്ന് പറയുന്നു. പക്ഷേ നമുക്ക് 21-നപ്പുറം മന്ത്രിമാരെ വെക്കാനും കഴിയില്ല. അപ്പോൾ സ്വരാജ് ജയിച്ചാൽ, സ്വരാജ് സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, സ്വാഭാവികമായിട്ടൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ മുഹമ്മദ് റിയാസിനെ പോലെ ഒരു മരുമകൻ ഒരു ചെറുപ്പക്കാരനെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള ആക്ഷേപം മാറ്റുന്നതിനായി പിണറായിക്ക് കിട്ടിയിരിക്കുന്ന പുതിയ ബുദ്ധിയാണ്, പുതിയ ഒരു ഉപദേശം പിണറായിക്ക് കിട്ടിയിട്ടുണ്ട്. സ്വരാജിനെ ജയിപ്പിച്ചെടുക്കുക. അതുകൊണ്ടാണ് സ്വരാജിനെ തന്നെ അവിടെ കാൻഡിഡേറ്റ് ആക്കിയത്. അതിൻ്റെ രഹസ്യം അതാണ്. പിണറായി വിജയനാണ് അതിൻ്റെ പിന്നിൽ. സ്വരാജിനെ ജയിപ്പിച്ചെടുക്കുക. അടുത്തൊരു 9 മാസക്കാലത്തേക്ക് കൊണ്ട്, അല്ലെങ്കിൽ 10 മാസക്കാലത്തേക്ക് സ്വരാജിനെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രിയാക്കുക. അങ്ങനെ ശിവൻകുട്ടിക്ക് പാർട്ടിയുടെ പരിപാടികളിലേക്ക്, അല്ലെങ്കിൽ പാർട്ടി ലീഡർഷിപ്പിലേക്ക്, കുറച്ചുകൂടി തിരക്കില്ലാത്തൊരു പാർട്ടി ലീഡർഷിപ്പിലേക്ക് ശിവൻകുട്ടി മാറുന്നു. സ്വരാജ് മന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. അതിന് അനുകൂലമായ ചില ഘടകങ്ങൾ ഇന്ന് അവിടെ നമ്മുടെ നിലമ്പൂരിൽ ഒരുങ്ങി വരുന്നുണ്ട്. കാരണം 4 കാൻഡിഡേറ്റ് മത്സരിക്കുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂരിലെ അൻവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഈസി വാക്ക് ഓവർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നെക്ക് ടു നെക്കായി ടൈറ്റായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ കാര്യത്തിൽ ഒരു നിലവിളിയുണ്ട്. ഇപ്പോൾ അൻവർ 75,000 വോട്ട് പിടിക്കും എന്നൊക്കെ പറയുന്നു. പക്ഷേ അത് അൻവർ പലതും പറയുന്നതൊക്കെ ബൂമറാങ്ങായി അൻവറിന് തന്നെ തിരിച്ചടിയാകുന്നൊരു കാലമാണ്. അതുകൊണ്ട് അദ്ദേഹം എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ വോട്ടായിരിക്കും കൂടുതൽ പിടിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അത് CPMനായിരിക്കും ഗുണം ചെയ്യുക. പിന്നെ BJP വന്നിട്ടുണ്ട്. അപ്പോൾ BJPയുടെ വോട്ടങ്ങ് പിടിക്കുന്നു. 10,000, 20,000 വോട്ട് അവർ പിടിച്ചാൽ, പിന്നെ ഷൗക്കത്തിൻ്റെ വോട്ട് കുറേ കുറവും വന്നാൽ, അതിൽ കുറേ വോട്ട് അൻവർ പിടിച്ചാൽ തീർച്ചയായിട്ടും സ്വരാജ് ജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വരാജിനെ മന്ത്രിയാക്കുക എന്നൊരു ക്യാമ്പയിനും കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹാഷ്ടാഗുകളൊക്കെ വരുന്നു. സ്വരാജാണ് അടുത്ത മന്ത്രി. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി, ലേബർ വകുപ്പിൻ്റെയും തൊഴിൽ വകുപ്പിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും മന്ത്രിയായി ഒരു പുതിയ ചെറുപ്പക്കാരൻ വരുന്നു. അതിന് പല കാരണങ്ങളാൽ ഗുണമുണ്ട്. ഒന്ന്, നിലമ്പൂരിൽ അൻവറിനെ തോൽപ്പിച്ച് വരുന്നു, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെയൊക്കെ തോൽപ്പിച്ച് വരുന്നു എന്നുള്ള ഒരു ക്രെഡിറ്റുമുണ്ട്. രണ്ടാമത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം നേരത്തെ തന്നെ മന്ത്രിയൊക്കെ ആകേണ്ട ഒരു സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ആയി. പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. മാത്രമല്ല വളരെ സീനിയറായി താത്വികമായി ഒക്കെ ചിന്തിക്കുന്ന MA ബേബിയും പിണറായി വിജയൻ, ഗോവിന്ദൻ മാഷൊക്കെ കഴിഞ്ഞാൽ പാർട്ടിക്കകത്ത് ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യത്യസ്തമായി ചില അബദ്ധങ്ങളൊക്കെ പറയും, നാവ് പിഴയൊക്കെ ഉണ്ടെങ്കിലും കുറേ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു താത്വിക ആചാര്യനായിട്ടൊക്കെ ഇങ്ങനെ വളർന്നു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വരാജിനെ മന്ത്രിയാക്കുന്ന ഒരു സാധ്യതയും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശിവൻകുട്ടി രാജിവെക്കും, സ്വരാജ് മന്ത്രിയാകും.